മലയാള സിനിമയിൽ ആൺവേശ്യകൾ സജീവമായി വാഴുന്നു എന്ന റിപ്പോർട്ട് ശ്രദ്ധേയമാണ്. മലയാള ഫിലിം ഇൻഡസ്ട്രിയെക്കുറിച്ച് കൂടുതൽ വാർത്തകൾ പുറത്തുവരികയാണ്. നടൻ മോഹൻലാൽ ഇന്ന് പറഞ്ഞു, ഞങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത ഇൻഡസ്ട്രിയാണ്, അതിനെ തകർക്കാൻ ശ്രമിക്കരുതെന്ന്. പക്ഷേ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ എന്താ പറയുക, വളരെ അരോചകമാണ്. ലൈംഗിക വൈകൃതങ്ങളുടെ കുത്തഴിഞ്ഞ കേന്ദ്രമായിരിക്കുന്നു അമ്മ എന്ന സംഘടന. ഫെഫ്കയും അതിൽ നിന്ന് മുക്തമല്ല. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് തൽസ്ഥാനം രാജിവെക്കേണ്ടി വന്നു ലൈംഗിക വൈകൃതത്തിന്റെ പേരിൽ. രഞ്ജിത്തിന്റെ ഇഷ്യോടെ ഒരു കാര്യം വ്യക്തമായി, മലയാള സിനിമയിൽ ആൺവേശ്യകളും പ്രവർത്തിക്കുന്നുണ്ട്. സീനിയറായ നടിമാർ ആൺവേശ്യകളെ ആവശ്യപ്പെടുന്നുണ്ട്. രഞ്ജിത്ത് പീഡിപ്പിക്കാൻ ശ്രമിച്ച അല്ലെങ്കിൽ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ ആ പുതുമുഖ നടൻ, സിനിമ മോഹിച്ചു വന്ന ആ പുതുമുഖ നടൻ, അവൻ നടത്തിയ വെളിപ്പെടുത്തലുകൾ വലിയ വെളിപ്പെടുത്തലാണ്. രഞ്ജിത്ത് അവന്റെ നഗ്നമായ ഫോട്ടോ എടുത്ത് രേവതിക്ക് അയച്ചു കൊടുത്തു എന്നാണ് അവൻ പറയുന്നത്. രേവതി അത് നിഷേധിച്ചിട്ടുണ്ട്. പക്ഷേ നിയമ നടപടിയുമായി രേവതി പോയിട്ടില്ല. ഈ പയ്യന്റെ തുറന്ന പറച്ചിൽ അനുസരിച്ച് രഞ്ജിത്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. അങ്ങനെ ആകെ മൊത്തം മലയാള സിനിമ അലങ്കോലമായി നിൽക്കുകയാണ്. മലയാള സിനിമയിൽ ആൺവേശ്യകൾ സജീവമായി വാഴുന്നു എന്ന റിപ്പോർട്ട് ശ്രദ്ധേയമാണ്. അഭിസാരികളായ സ്ത്രീകൾ മലയാള സിനിമയിലുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ ആൺവേശ്യകൾ മലയാള സിനിമ ഇൻഡസ്ട്രിയെ കീഴടക്കുന്നു അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് ഇപ്പോഴാണ് പുറത്തു വരുന്നത്. സംവിധായകനുമായും മുതിർന്ന നടിമാരുമായും ഒക്കെ സഹകരിക്കുന്ന ആൺവേശ്യകൾക്ക് ഒരുപാട് സിനിമകളിൽ അഭിനയിക്കാനുള്ള അവസരം കിട്ടുന്നു. അഭിനയകലയല്ല അവരുടെ പ്ലസ് പോയിന്റ്. ഏത് രീതിയിലുള്ള പ്രകൃതി വിരുദ്ധ പീഡനത്തിനും വിധേയമാകാനുള്ള ധൈര്യമാണ് അവരുടെ പ്ലസ് പോയിന്റ്. ആ ധൈര്യമാണ് അവരെ നയിക്കുന്നത്. എന്തായാലും പുതിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന്. ആൺവേശ്യകൾ പുളയ്ക്കുന്ന മലയാള ഫിലിം ഇൻഡസ്ട്രി. ആ ഇൻഡസ്ട്രിയിൽ നടക്കുന്നതെല്ലാം പ്രകൃതിക്ക് വിരുദ്ധമായ കാര്യങ്ങൾ. പല ബിംബങ്ങളും ഉടഞ്ഞു വീണു കഴിഞ്ഞു. ആ ഉടഞ്ഞു വീണു കഴിഞ്ഞ ബിംബങ്ങളെക്കുറിച്ചോർത്ത് മൂക്കത്ത് വിരൽ വച്ചിരിക്കുകയാണ് പ്രേക്ഷകർ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതാണ് ഇപ്പോഴത്തെ ഗതികേട്. എന്തായാലും മലയാള സിനിമയിലെ ആൺവേശ്യകളെക്കുറിച്ചും മലയാള സിനിമയിലെ ആൺവേശ്യകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും തുറന്നു പറഞ്ഞ കോഴിക്കോട് സ്വദേശിയായ യുവാവിന് ഒരു നമോവാക്യം. രഞ്ജിത്ത് എന്ന സംവിധായകൻ പെണ്ണുങ്ങളെ മാത്രമല്ല ആണുങ്ങളെയും ഉപയോഗിക്കുന്ന വൃത്തികെട്ടവനാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. മാത്രമല്ല രേവതിക്ക് അത് അയച്ചു കൊടുത്തുവെന്നും പറയുന്നു. രേവതി ഉടൻ തന്നെ പ്രതികരണവുമായി രംഗത്തെത്തി. താൻ അങ്ങനെ ഒരു ഫോട്ടോ കണ്ടിട്ടില്ല എന്ന്. പക്ഷെ ഇതുവരെ ആ യുവാവിനെതിരെ നിയമ നടപടിക്ക് രേവതി ഇതുവരെ മുതിർന്നിട്ടില്ല എന്നാണ് എന്റെ അറിവ്. എന്തായാലും രഞ്ജിത്ത് ആകെ മൊത്തം പെട്ടിരിക്കുകയാണ്. രഞ്ജിത്ത് പെട്ടതോടെ മലയാള സിനിമയിലെ ആൺവേശ്യകളുടെ സാന്നിധ്യം ചർച്ചയാവുക കൂടിയാണ്.